ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഞാൻ സൗപർണിക ശശികല. വർഷങ്ങളായിട്ട് വീണ ക്ലാസ്സുകൾ നടത്തി വരുന്നു. വീണ പൗരാണികമായ ഒരു വാദ്യോപകരണമാണ്. വിദ്യാദേവതയായ സരസ്വതിയുടെ കയ്യിൽ ഉള്ളതാണ് വീണ. വീണ പ്ലാൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ കുടം, ചെറിയ കുടം, വ്യാളി മുഖം, ദണ്ട് എല്ലാം കൂടി ചേർന്നാണ് വീണ. വലിയ കുടത്തിൻ്റെ മധ്യത്തായി ഒരു ബ്രിഡ്ജ് ഘടിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നും ലങ്കർ കമ്പികൾ സൈഡിലുള്ള ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ട് അതുവഴി ദണ്ടിൻ്റെ പുറത്തുകൂടി ചെറിയ കുടത്തിന് മുകളിൽ ബെരടകളിൽ ഇത് ഘടിപ്പിക്കുന്നു. വീണയ്ക്ക് 24 മെട്ടുകളാണ്. വീണയിൽ വായിക്കുന്നതിനുള്ള 4 കമ്പികളും താളത്തിനുള്ള 3 കമ്പികളും ചേർത്ത് 7 കമ്പികളാണ്. വ്യാളിയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ദേവന്മാർ യാഗമൊക്കെ നടത്തി വരുമ്പോൾ വ്യാളിയെ കൊണ്ടുള്ള ശല്യം ഒരുപാടായിരുന്നു. അങ്ങനെ ദേവന്മാരെല്ലാം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറയുകയും ബ്രഹ്മാവ് സരസ്വതി ദേവിയുടെ അടുത്ത് സങ്കടം പറയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാർ സരസ്വതി ദേവിയുടെ അടുത്ത് പോയി സങ്കടം പറയുകയും അങ്ങനെ ദേവി വ്യാളിയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും യുദ്ധത്തിൽ വ്യാളിയെ തോൽപ്പിച്ച് അങ്ങനെ വ്യാളിക്ക് ശാപമോക്ഷം കിട്ടി. അങ്ങനെ ശാപമോക്ഷം കിട്ടിയ വ്യാളിയെ ദേവി വീണയിൽ കുടിയിരുത്തുകയും അതിൻ്റെ ഉഗ്ര രൂപം മാറി വീണാനാദം കേട്ട് അത് സാന്ത്വനപ്പെടുകയും ചെയ്തു. വീണ ഒരു പൗരാണിക വാദ്യമാണ്. ഇതിൽ സപ്തസ്വരങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാം. വീണ മീട്ടുന്ന രീതി വലത് കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് 1 2 3 4 5 6 7 8. 2 സ്വരങ്ങൾ തമ്മിലുള്ള അകലത്തിന് 8 മാത്രയാണ്. ഒന്നാം കാലത്തിൽ സ ഗ മ പ ധ നീ സ സ രണ്ടാം കാലം സ രെ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രെ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ രെ ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ രെ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ രെ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ രെ ഗ പ ധ നി സ സ നി ധ പ മ ഗ രി സ രെ ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ രെ ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ. ഇതാണ് സപ്തസ്വരങ്ങൾ വായിക്കുന്ന രീതി. അടുത്ത സരളി വരിശകൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം.